കോട്ട സാരീസ്. അതൊരു കോട്ട സാരീസിനൊരു ഫാൻ ബേസ് തന്നെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ബേസാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഉടുത്തതായിട്ടുള്ള ഒരു ഫീലേ വരത്തില്ല. അപ്പോൾ അതിനകത്ത് മാക്സിമം നമ്മൾ വെറൈറ്റീസ് കാണുമ്പോഴത്തേക്ക് കോട്ട സാരീസ് കളക്ഷൻ ഉള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് നമുക്ക് വരുന്നൊരു പാറ്റേണിൽ ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ടാണ്. സോ യു നോട്ട് ഹാവ് ടു വറി അബൌട്ട് കളർ ബ്ലീഡിങ്. ഡിജിറ്റൽ പ്രിൻ്റിൽ ആ ഒരു പാറ്റേൺസും വരുന്നുണ്ട്. അതിനകത്ത് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും കൂടെ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ്. 1399 റേഞ്ചിൽ വന്നേക്കുന്ന സാരീസാണ് കേട്ടോ. കോട്ട സാരീസാണ്. സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നേക്കുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒരു പേസ്റ്റൽ ടോണിലാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഒരു ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോഡിയിൽ ഫുള്ളായിട്ട് ഒരു ഭയങ്കര ഒരു സ്ട്രൈപ്സ് ആണ് അത്. പക്ഷെ ഒരു ഭയങ്കര ഒരു റെഗുലർ ആയിട്ടുള്ള ലുക്കിൽ വന്നിരിക്കുന്ന സ്ട്രൈപ്സ് അല്ല, ചെറിയൊരു റെഗുലർ ഫീൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നമ്മളിങ്ങനെ ഫോട്ടോസിനകത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ എഫക്ട്സിൽ കാണാറില്ലേ, അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ആയിട്ട് അതുപോലെയാണ് കേട്ടോ. അങ്ങനെ ഒരു സർക്കുലർ പാറ്റേണിൽ വന്നിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് അതൊരു ബേസിൻ്റെ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ. ആൻഡ് വി ഹാവ് ഒരു പിങ്ക്, ഒരു ഭയങ്കര ബ്രൈറ്റ് അല്ലാത്ത രീതിയിൽ ഒരു സട്ടിൽ ലുക്കിൽ വന്നിട്ടുള്ള പിങ്ക് ഫ്ലോറൽസ് ഇങ്ങനെ ഫുൾ സാരിയിൽ വരുന്നുണ്ട് കേട്ടോ. പല്ലുവിൽ ഫുള്ളായിട്ട് അത് വരുന്നുണ്ട്. ആൻഡ് ബോഡിയിൽ സ്കാറ്റേഡ് ആയിട്ടും ലോ ബോർഡറിലും ആയിട്ടാണ് അതിൻ്റെ ഒരു ലുക്ക് കൊടുത്തേക്കുന്നത്. പ്രിൻറ്റഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ്. അപ്പോൾ നെക്സ്റ്റ് ലുക്കിൻ്റെ അകത്തൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. എഡ്ജിലായിട്ടൊരു സോളിഡ് ഡാർക്ക് ടോൺ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബോർഡർ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പ്രിൻ്റ് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ആൻഡ് ഇത് സിൽക്ക് ടാസൽസ് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തേക്കാണ് കേട്ടോ. അതിൻ്റെ സാരിയുടെ ലുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് സാരിയാണ്, ഉടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ആൻഡ് ഒരു നെഗറ്റീവ് പ്രിൻറ്റഡ് ലുക്കിൽ കൊടുത്തിട്ടുള്ള ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഒരു സെമി സിൽക്ക് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു ചന്തേരിയുടെ പോലത്തെ ലൈറ്റ് ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചന്തേരി ഫിനിഷിൽ വന്നിട്ടുള്ള ബ്ലൗസാണ്, നെഗറ്റീവ് പ്രിൻറ്റഡ് ഫ്ലോറൽ ഡിസൈൻ. നമ്മുടെ ബ്ലൗസ് സാരിയിൽ വന്നിട്ടുള്ള പാറ്റേണിൽ ഈ ഫ്ലോറൽസിനെ തന്നെ വളരെ കുഞ്ഞാക്കിയിട്ടുള്ള നെഗറ്റീവ് ലുക്കാണ് കേട്ടോ അതിനകത്ത് കൊടുത്തേക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ കളറ് ഒരു ക്ലൗഡ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ഫുൾ ലുക്ക്. റീച്ചെടുക്കാൻ എളുപ്പവുമാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ടീൽ ടോണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഞാൻ ഡബിൾ ലെയർ തന്നെ കിട്ടുമോ നോക്കിക്കോട്ടെ, നേരത്തെ ഒരു സിംഗിൾ ലെയർ ആയിപ്പോയി. അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് അപ്പോൾ കളർ കുറച്ചും കൂടി കാണാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ഡബിൾ ലെയറിലാണ് പിടിച്ചേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ടീൽ ടോണിൽ വന്നിട്ടുള്ള ലുക്ക്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ്. ഇതൊരു സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. ഒരുപാട് കട്ടിയൊന്നുമില്ല. കോട്ടൺ ലൈനിങ് ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ ഒരു ലുക്ക് ഇതിൻ്റെ കൂടെ വെയർ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ വരും കേട്ടോ. And next is a peach tone. ഇതും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബേസാണ്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കര സട്ടിലായിട്ട് നിൽക്കുക കേട്ടോ. പീച്ചിൻ്റെയും പിങ്കിൻ്റെയും കോമ്പിനേഷൻ ഇസ് ഓൾവേസ് വെരി പ്രിറ്റി. ആ ഒരു ലുക്കിൽ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു സാരിയുടെ ലുക്ക് വരുന്നത്. ആൻഡ് ഈ ബേസിൻ്റെ ഷെയ്ഡ് ചെറുതായിട്ട് ആ ഒരു ലൈറ്റ് പിങ്ക് സ്ട്രൈപ്സും കൂടെ കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക് വരുന്നത്. 1399 ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു ക്യാഷ്വലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. വർക്ക് വെയറിന് ഇസ് റിയലി പ്രിറ്റി. നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ലുക്സിൽ വരുമ്പോഴത്തേക്ക് സാരീസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഓഫീസിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഷ് ഫീലിൽ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ. ആൻഡ് പേസ്റ്റൽ കളേഴ്സ് BLD 170 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 1399. ഇത് ഞാനൊരു പാർട്ടി വെയർ സാരി. ആൻഡ് അത് നല്ലൊരു ഫിഗറി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻസിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു നല്ല രസമുള്ള സാരിയാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 5999 ആണ്. ഒരു ഷിമ്മർ ഫീൽ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് ബിസ്കസ് ഓർഗൻസൊക്കെ അകത്ത് ഷിമ്മർ ഫീലിൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വൺ സൈഡിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് വൺ സൈഡ് മാറ്റായിട്ട് വരും കേട്ടോ. വൺ സൈഡിൽ നമുക്കത് ആക്ച്വലി ല്യൂറക്സ് യാൻസ് സിൽവറി ടോണിൽ വന്നിട്ടുള്ള ല്യൂറക്സ് യാൻസും കൂടെ അതിനകത്ത് വീവ് ചെയ്തിട്ട് നല്ലൊരു എന്താ പറയുക, നമുക്കൊരു ഈവനിങ് വെയറിനകത്ത് നല്ല പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ആൻഡ് സ്കാലപ്പ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള സ്കാലപ്സ് ആണ്. ആൻഡ് സ്റ്റോൺ വർക്ക്സ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ.
എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ളായിട്ട് ആ ഒരു ബോർഡേഴ്സിൻ്റെ അകത്തും വരുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് ടു മച്ച് ലൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് മാറ്റ് ഗോൾഡ് സീക്വൻസ് വരുന്നുണ്ട് ഇതിനകത്ത്. എല്ലാ ഷെയ്ഡ്സിൻ്റെ അകത്തും അതേ സെയിം ടോണിൻ്റെ തന്നെ മാറ്റ് സീക്വൻസും ബീഡ്സും ഹാഫ് ബീഡ്സും കൂടെ യൂസ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ. ആൻഡ് ഇത് മെഷീൻ എംബ്രോയിഡറിയിൽ ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ. ബോഡി ഫുള്ളായിട്ട് സ്ട്രൈപ്പ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലോ പോർഷനിലോട്ട് മുട്ടിന് താഴോട്ടുമാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഫുൾ സാരിക്കകത്ത് ഈ രണ്ട് സൈഡിലും ഈ ഒരു സ്കാലപ്ഡ് ആയിട്ടുള്ള ബോർഡർ പാറ്റേൺ വരുന്നുണ്ട്. ഒരു ഫ്ലോറൽ ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സർക്കുലർ ഫ്ലോറൽസും ലീഫ് പാറ്റേൺസും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. ബോഡി ഫുള്ളായിട്ട് ഡയമണ്ട് പാറ്റേൺ വിത്ത് സീക്വൻസ് ആൻഡ് സ്റ്റോൺസും ആയിട്ട് വന്നിട്ടുമുണ്ട്. ദിസ് ഇസ് എ റിയലി ഇറ്റ്സ് നോട്ട് ഹെവി. നമുക്ക് ആ ഒരു ബോർഡർ പാറ്റേണിൻ്റെ ഒരു വെയിറ്റ് മാത്രമേ അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. ഉടുക്കാൻ എളുപ്പമാണ്. നല്ല പ്ലീറ്റ്സ് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ലതായിട്ട് ആ പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് വി ഹാവ് ദിസ് ഇൻ 4 ഷെയ്ഡ്സ്. സ്റ്റീൽ ടോൺ വരുന്നുണ്ട്, ഒരു പിങ്ക് പീച്ച് ഷെയ്ഡ് ആൻഡ് ലാവൻഡർ, ആൻഡ് ദെൻ സിൽവറി ബ്യൂട്ടിഫുൾ സിൽവർ ഗ്രേ ഷെയ്ഡിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതലും ആ ഒരു സിൽവർ ടോൺ വരുന്നത് ആ ഒരു ല്യൂറക്സിൻ്റെ ഇത് വരുന്നത് കാരണമാണ്. സോ ദിസ് ഇസ് ലാവൻഡർ. ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് വൺ സൈഡ് ബോർഡറും ബ്ലൗസിനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൺ സൈഡ് ബോർഡർ വരുന്നുണ്ട്. നല്ല രസമായിട്ട് ആ ഒരു സെയിം ബ്ലൗസിൻ്റെയൊക്കെ കൂടെ വെയർ ചെയ്യുമ്പോഴത്തേക്ക് അതേപോലത്തെ ഇങ്ങനത്തെ ലുക്സ് ആക്ച്വലി നല്ലതാണ് കേട്ടോ. സിമ്പിൾ സാരീസ് സാരീസ് ഹെവി ആയിട്ടും ബ്ലൗസ് സിമ്പിളായിട്ടും വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ലുക്സ് നല്ലതാണ്. അൺലെസ് യു പ്ലാൻ ഓൺ വർക്കിംഗ് ഓൺ ഇറ്റ്. വർക്ക് ഹാൻഡ് എംബ്രോയിഡറി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നൈസ്. സോ ദിസ് ഇസ് ദി ലുക്ക്. ബാക്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ കൊടുക്കാനും നല്ലതാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഇത് ഈ ഒരു പോർഷൻ പ്ലെയിൻ പോർഷൻ വരുന്നത് ഉടുത്ത് കുത്തുന്നിടത്താണ് കേട്ടോ. സോ ദിസ് ഇസ് ദി ലുക്ക്. 5999 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. സോ പിങ്ക് പീച്ചിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് ഇതാണ്. ഇത് ആക്ച്വലി എല്ലാം ഫുള്ളി ഹാൻഡ് ഡൺ ആയിട്ടുള്ള എംബ്രോയിഡറി അല്ല. ഇതെല്ലാം കുറച്ച് സ്റ്റിക്കിംഗ് വർക്കും കൂടെ ചെയ്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ഫിനിഷ് ചെയ്തേക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൈലബിൾ ചെയ്തേക്കുന്ന സാരിയുമാണ്. അപ്പോൾ അതാണ് ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനെ കൊണ്ടുവരാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് ഈ ബീഡ്സും സ്റ്റോൺസും സീക്വൻസും എംബ്രോയിഡഡ് അല്ല, സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ലുക്കാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ആൻഡ് ദെൻ ഇത് FBP 19 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സോ ദ ലാസ്റ്റ് വൺ ഇസ് എ ടീൽ ഷെയ്ഡ്. ഫുൾ ലുക്ക്. എല്ലാം ബ്ലൗസിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ്. സോൾഡായിട്ട് വന്നിട്ട് നമ്മളതിനകത്ത് ഒരു ബോർഡർ പാറ്റേൺ മാത്രമായിട്ട് ഈ ഒരു സെയിം ബോർഡർ അതിനകത്തും കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രൈപ്പ് ലുക്സ് ഓൾസോ മേക്സ് ഇറ്റ് ലുക്ക് റിയലി നൈസ്. അത് എംബ്രോയിഡർഡ് സ്ട്രൈപ്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. ഒരു പേസ്റ്റൽ ടോണിൽ നമുക്കൊരു ഷിമ ഫീലിലൊക്കെ കൊടുക്കാനത്തേക്ക് ആക്ച്വലി ഷിമേഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിഗേഴ്സിനെ ആക്സെൻറ്റേറ്റ് ചെയ്യും, കർവ്സിനെ ആക്സെൻറ്റേറ്റ് ചെയ്യും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷീൻ അതിനകത്ത് കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ലുക്ക് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് യു ലൈക്ക് ദാറ്റ് ലുക്ക് ഡെഫിനറ്റ്ലി ഗിവ് ദിസ് എ ട്രൈ. ഗൗരി ഇപ്പൊ ഇന്ന് ഉടുത്തേക്കുന്ന ഈ സാരി കാണുമ്പോൾ ഒത്തിരി പേർക്ക് അല്ലേ? അതെ, അതന്ന് മാം ആയിരുന്നു കൊടുത്തിരുന്നത്. ഞാൻ ബ്ലാക്ക് ബ്ലൗസിന്റെ കൂടെ ഇവിടെ നിന്ന് തന്നെയാണ്, അതായത് ഈ ലൊക്കേഷനിൽ നിന്ന് എന്റെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വന്ന ഇന്ന് അതിന്റെ തന്നെ ചെറിയ വീവിങ് ഡിഫറൻസോട് കൂടി വന്നിട്ട് അതേ സെയിം റേഞ്ചിൽ നമ്മൾ അവൈലബിൾ ആക്കാണ്. ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് അതിന്റെ പല്ലുവിന്റെ പോർഷനിൽ, ഒരു ചെറിയ കോൺട്രാസ്റ്റ് വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. റണ്ണിങ് ആയിട്ടുള്ളതാണ് വന്നേക്കുന്നത്. ടെസ ഫാബ്രിക്കിനകത്ത് ഫാൻസി വീവിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഉടുക്കുമ്പോൾ ചെറിയൊരു എന്താ റഫ് ഫീൽ. നമ്മൾ സാധാരണ നമ്മുടെ ടസർ ഓർഗൻസ് അത്രയും സോഫ്റ്റ് ഫീൽ അല്ല വരുന്നത്. അതിന്റെ ആ ഒരു വീവിങ് പാറ്റേൺ കൊണ്ട് തന്നെ അതിനകത്തൊരു ചെറിയൊരു ടെക്സ്ചർ, അതെ ടെക്സ്ചർ അതന്നെ, റഫ് അല്ല, ടെക്സ്ചർ കാരണം വരുന്ന സ്മൂത്ത്നെസ്സിനകത്ത് വരുന്ന വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ വളരെ സ്റ്റൈലിഷ് ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലും ടെസേഴ്സ് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കോൺട്രാസ്റ്റ് ബ്ലൗസസിന്റെ കൂടെയും ടോൺ ടു ടോൺ ബ്ലൗസസിന്റെ കൂടെയും നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1 or 2 ടൈംസ് കൊടുത്തതിന് ശേഷം ഒന്ന് കൺവേർട്ട് ചെയ്ത് ചെയ്യണമെങ്കിലും അതെ
അതായത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അനാർക്കലി പാറ്റേണിലോട്ടോ അല്ലെങ്കിൽ ഡ്രസ് പാറ്റേണിലോട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ യോക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ്. അപ്പോൾ 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പ്രീ ഓർഡർ കാറ്റഗറിയിൽ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പം റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടും പ്രീ ഓർഡർ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റ് www.aham.store. SKH 184 എന്ന കോഡിൽ 4 ഷെയ്ഡ്സിലാണ് ഇന്നത്തെ ഒരു ലുക്ക് വന്നേക്കുന്നത്. 3399. ഞാൻ വെയർ ചെയ്തേക്കുന്നത് ഒരു ഇങ്ക് ബ്ലൂ, ഗൗരി വെയർ ചെയ്തേക്കുന്നത് കറക്റ്റ് സ്കൈ ബ്ലൂ. ആൻഡ് അതർ 2 കളേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന കളേഴ്സ് ആയിട്ടുള്ള മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡും ലൈലാക് ഷെയ്ഡ്, വയലറ്റ് ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ഇതും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ടേസ്റ്റ് വെച്ചിട്ടാണെങ്കിലും ഈ എല്ലാ കളക്ഷന്റെ കൂടെയും ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന ഈ പിങ്ക് ബ്ലൗസ് ആക്ച്വലി നല്ല ഭംഗിയായിട്ട് ചേരും. ഈ ഒരു ബ്ലൂവിന്റെ കൂടെ ഒക്കെ പോകും കേട്ടോ. എല്ലാ കളേഴ്സിന്റെ കൂടെയും നല്ല ഭംഗിയായിട്ട് ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് ബ്ലൂ ഞാൻ വെയർ ചെയ്തേക്കുന്നത് കറക്റ്റായിട്ട് കാണാമല്ലോ. അപ്പോൾ ആ ബ്ലൂവിൻ്റെ കൂടെ വന്നേക്കുന്ന ബ്ലൗസിൻ്റെ ഡീറ്റെയിലും കൂടെ ഒന്ന് പറയാം. ഒരു ഫ്ലാപ്പ് പോലത്തെ കൊടുത്തിട്ട് ഇവിടെ ഒരു മർമേഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ആ ഒരു വി ഷേപ്പ് വരുന്നുണ്ട്, ചെറിയൊരു കർവ്ഡ് പാറ്റേണിൽ കൊടുത്ത് എന്നിട്ട് ഇവിടെ ആ ഒരു അൺഈവൻ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് 2 സ്ലീവ്സും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് സ്ലീവിന്റെ എഡ്ജിലും അതുപോലെ തന്നെ അതിൽ പേൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ഓൺ ആയിട്ട് ഷുഗർ ബീറ്റ്സ് ആണ്, പിങ്ക് ഷുഗർ ബീറ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിങ്ക് ആണോ വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ട്, എന്നാലും ഗ്ലോസി ടോൺ വന്നിട്ടില്ല, ഒരു മാറ്റ് അല്ലാത്ത ഗ്ലോസി ടോണിൽ വന്നേക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബ്ലൗസ് ഇതിന്റെ കൂടെ പെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അൺസ്റ്റിച്ച്ഡ് ആയിട്ടും അവൈലബിൾ ആയിരിക്കും, സ്റ്റിച്ച്ഡ് ആയിട്ടും അവൈലബിൾ ആയിരിക്കും. അൺസ്റ്റിച്ച്ഡ് ആയിട്ട് ആകുമ്പോഴത്തേക്കും വർക്ക് മാത്രം ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഫാബ്രിക് റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന പോലെ നെക്ക് പാറ്റേൺ മാർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളതായിരിക്കും. അല്ല DN709 എന്ന കോഡിലായിരിക്കും ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സെപ്പറേറ്റ്ലി അവൈലബിൾ ആണ്. സാരീസിന്റെ പേജിൽ കയറി നോക്കുമ്പോൾ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. നല്ല ഭംഗിയായിട്ടാണ് ഇതിന്റെ ബാക്കും കൂടെ കുഞ്ഞു പോട്ട്ലി ഡീറ്റെയിലിംഗ് ഉണ്ട്. ഒരു സ്ലിറ്റ് ഓപ്പൺ, അല്ല സ്ലിറ്റ് ഓപ്പൺ അല്ലേ, സ്ലിറ്റ് ഓപ്പണും ലൂപ്പ് ബട്ടണും ആയിട്ടുള്ള ഡീറ്റെയിലിംഗ്. അപ്പൊ നമുക്ക് ഇനി ഓരോരോ സാരി ആയിട്ട് ഓപ്പൺ ചെയ്ത് കണ്ടാലോ. ഫസ്റ്റ് ഞാൻ ഈ ബ്ലൗസ് ഈ സാരി ഇങ്ങനെ നല്ലൊരു കോമ്പിനേഷൻ ആണ്, ലൈറ്റ് പിങ്കും സ്കൈ ബ്ലൂവും കോമ്പിനേഷൻ. ഇപ്പൊ ഗൗരി കൊടുത്തിരിക്കുന്ന പല്ലു തന്നെ ഞാൻ എടുത്ത് വെച്ചു. ഓക്കെ, ഇതാണ് എന്റെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ സാരി ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. റണ്ണിങ് ആയിട്ടാട്ടോ എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ. നമ്മൾ ചില സാരീസിനാണ് അത്രയും ഒരു സ്റ്റൈലായിട്ട് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറെ ലുക്ക് ആണെങ്കിലും ഇതിൻ്റെ അതേ ഇതിൽ നമ്മളൊരു നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്സസറി ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി വെയറിന് പെർഫെക്റ്റ് ആണ്. ആ ഒരു എലഗൻറ്റ് ലുക്കിൽ ആ സിംഗിൾ കളർ ആകുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് കൈക്ക് വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ കളറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും അത് അറ്റൻഷൻ അറിയത്തില്ല. കൈ അതിൻ്റെ കൂടെ മേജ് ചെയ്തു. ഇത് കണ്ടോ, ഈ പിങ്ക് ബ്ലൗസ് ലൈലാക്കിൻ്റെ കൂടെ, ലൈലാക്ക് അല്ല പേർപ്പിളിൻ്റെ കൂടെ നല്ല ഭംഗിയായിട്ടാണ് മേജ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് വൈസ് നമ്മളിങ്ങനെ ഞാൻ തന്നെ ഇത് ഡ്രൈപ്പ് ചെയ്തിട്ട് ഫോട്ടോ ഇട്ടേക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഫുൾ സാരിയിൽ ആ ഒരു ലൈൻ വീവിങ് പാറ്റേൺ ആണ്. 2 സൈഡും തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പല്ലു നോക്കിയിട്ട് അത് ഫൈനലൈസ് ചെയ്യുക കേട്ടോ. ആൻഡ് ഇത് 2 സൈഡ് ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കാഷ്വൽ പ്ലേറ്റ്സ് ലുക്ക് ഇഷ്ടമുള്ളവർക്ക്. ഇപ്പൊ ചിലർക്ക് ഈ ഒരു ഓർഗൻ ഇത് പക്ഷെ ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ, നമുക്ക് അത്രയ്ക്ക് ഒരു ട്രാൻസ്പെറൻസി വരത്തില്ല. ഫുൾ വീവിംഗ് വന്നേക്കുന്നതാണ്, ഒട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടല്ല. എന്നാലും നമുക്ക് ചിലർക്ക് ആ ഒരു കാഷ്വൽ പ്ലേറ്റ്സ് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെയർലെസ് പ്ലേറ്റ്. പക്ഷെ ഇവര് ഫോട്ടോ എടുക്കാൻ നേരത്തെ സമ്മതിക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ്, മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡ്. അത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കളറാട്ടോ. മെറ്റാലിക് ഷീൻ ഉള്ള കാരണം തന്നെ ഒരു റിച്ച്നെസ് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു കളറാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഓറഞ്ച് ബീഡ്സിൻ്റെയും പേൾസിൻ്റെയും ഒക്കെ കോമ്പിനേഷൻസ് നല്ല ഭംഗിയായിട്ട് പോവുകയും ചെയ്യും. അപ്പം ഇനി ഞാൻ ഗ്രീൻ വെച്ച് കാണിക്കാം. ആ ബ്ലൗസിന്റെ കൂടെ ആക്ച്വലി ഇതെല്ലാം പോകുന്നുണ്ട്. ആ കളേഴ്സ് നമ്മൾ അതനുസരിച്ചാണ്. ഇത് ഗൗരിയുടെ ഡിസൈൻ ആട്ടോ, ഗൗരിയാണ് എനിക്കിത് ഡിസൈൻ ചെയ്തിരുന്നത്.
ഗ്രീൻ. നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ലാത്തുള്ള ഒരു കോമ്പിനേഷനിൽ പിങ്കിന്റെ കൂടെ ഗ്രീൻ കോമ്പിനേഷൻ. അപ്പം ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ സാരീസ് എല്ലാം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നത് 3399 പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. നല്ലൊരു കളക്ഷനാണ്. ഒരു 20 to 45 ഡേയ്സ്, അത് 20 ദിവസത്തിനും 40 ദിവസത്തിനും ഇടയ്ക്കായിട്ട് ഇത് ഡെസ്പാച്ച് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് അവർ വെബ്സൈറ്റ് www.aham.store SKH 184 and priced at 3399.